ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ അടുത്ത ആഴ്ച കാണിക്കാൻ പോകുന്നത് സച്ചി വളരെ ടെൻഷനിലാണ്. എങ്ങനെയാണ് ഈ ഒരു ആഭരണം അത് കവറിങ് ആയത് എന്ന സത്യം അവനക്ക് പുറത്തു കൊണ്ടുവരണം. അത് എന്തായാലും ശ്രുതി തന്നെയാണ് അതിൻ്റെ പുറകിലെന്ന് സച്ചിക്ക് അറിയാം. അതെല്ലാവർക്കും മുന്നിലും തെളിയിക്കണമെന്ന് അവന് ഒറ്റ വാശിയോടുകൂടി നടക്കുകയാണ്. എന്തായാലും തൻ്റെ വീട്ടുകാരെ പറഞ്ഞ ദേഷ്യത്തിലൊക്കെയാണ് രേവതി ഇരിക്കുന്നത്. രേവതി പറയുന്നുണ്ട്, എപ്പോഴും നിങ്ങളുടെ അമ്മയ്ക്ക് എൻ്റെ വീട്ടുകാരെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല, എൻ്റെ വീട്ടുകാർ ഇതിൽ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. സച്ചി പറയാണ്, എടി നമുക്കിത് എന്തായാലും നമുക്കിത് പുറത്തു കൊണ്ടുവരണം, അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു സൂത്രമൊക്കെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ വർഷയെ വിളിക്കുകയാണ്. അങ്ങനെ വർഷയോട് എത്രയും വേഗം തന്നെ ശ്രീകാന്തിൻ്റെ ആ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പം വർഷ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ വർഷ ഫുഡ് കഴിക്കാൻ നേരമായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതല്ല എന്ന് പറയുന്നത്, നിനക്ക് എന്നെ മിസ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിന്നെ മിസ് ചെയ്യാൻ രാവിലെ കണ്ട ആളെ എന്തിട്ടാണ് മിസ് ചെയ്യാനുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് രേവതി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തി എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതറിയില്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ ആണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ സച്ചിയും രേവതിയും കൂടി അവിടേക്ക് ഉടനെ തന്നെ എത്തുന്നുണ്ട്. അങ്ങനെ അവരോട് പറയുകയാണ്, എന്തായാലും ഇതിൻ്റെ പുറകിൽ ശ്രുതി തന്നെയാണ് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല അതിനിപ്പോൾ അതിൻ്റെ പുറകിൽ നടന്നിനി അതൊരു പ്രശ്നമാക്കി എടുക്കണ്ട എന്ന് പറയുമ്പോൾ നീ മിണ്ടാതിരിക്കട, എന്തായാലും അവൻ തന്നെയാണ്, അവനെ നമുക്ക് വെളിച്ചത്തിൽ കൊണ്ടുവരണം, അതിന് ശ്രുതി വർഷ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറയുകയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് മറ്റുള്ളവരുടെ ശബ്ദം അനുകരിക്കാൻ അറിയാലോ, അപ്പോൾ വേറെ ഒരു ശബ്ദത്തിൽ നീ ഫോൺ ചെയ്തിട്ട് ശ്രുതിയെ വിളിക്കണം, എന്നിട്ട് ശ്രുതിയോട് കവറിങ് ആഭരണ കടയിൽ നിന്നാണ് വിളിക്കുന്നതെന്നും തലേദിവസം ആ മേടിച്ച കടയിൽ നിന്നാണെന്നും അതുപോലെ തന്നെ അവിടുത്തെ ഫീഡ്ബാക്ക് ഇവിടുത്തെ വാങ്ങിയതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവൻ എന്തായാലും തുറന്ന് പറയുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയ ആണ്, വർഷയ്ക്ക് എന്തായാലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ശ്രീകാന്ത് അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ട, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ സച്ചിയും രേവതിയും നിർബന്ധിച്ച് വർഷ നമ്മുടെ ശ്രുതിയെ വിളിക്കാൻ ഒരുങ്ങി. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഈ ഷോപ്പിൽ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ആ കേഷയിൽ അങ്ങനെ ഇരുന്നിട്ട് അവൻ ആ കസേരയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ശ്രുതി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഉറങ്ങണ കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. ശ്രുതി ചെന്നിട്ട് വിളിക്കുന്നുണ്ട്, ശ്രുതി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നു, അയ്യോ ആഭരണം കവറിങ് ആക്കിയത് ഞാനല്ല, എനിക്ക് തെറ്റുപറ്റി, 4 ലക്ഷം രൂപ ആവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്, സോറി എന്നൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പിച്ചും പേയും പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇത് ഞാനാ, എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ന് ചോദിക്കുക, നീ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അത് ഞാൻ സ്വപ്നം കണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെ മകൻ ശ്രുതിയെ ഫോണിൽ വിളിക്കുന്നത്. അപ്പോൾ ശ്രുതി അങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വർഷ നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നത്. അപ്പോൾ വർഷ ശ്രുതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഒരു ജ്വല്ലറിയിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ കവറിങ് ആഭരണം മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വിളിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ആദ്യം ഒന്ന് പരുങ്ങുന്നുണ്ട്, ഞാൻ എന്ത് ഫീഡ്ബാക്കാണ് പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ മേടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒരു സംശയം തോന്നുകയാണ്. എന്തായാലും ശ്രുതി ആ സമയത്ത് അവിടെ അബദ്ധമൊന്നും കാണിക്കുന്നില്ല. അവൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, ഇതിൽ എന്തോ ചതിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ പറയുകയാണ്, ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ എവിടുന്നും ഒരു ആഭരണവും വാങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങൾ ഫോൺ വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആ ഒരു പ്ലാനിങ് അവിടെ ചീറ്റി പോവുകയാണ് സച്ചിയുടെയും രേവതിയുടെയും. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവർക്ക് ആകെ അബദ്ധമായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പം ഭാമ ആൻറ്റി ഉണ്ടല്ലോ, ഭാമ ആൻറ്റിയുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ സത്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് സച്ചിൻ രേവതിയും തീരുമാനിക്കുകയും അങ്ങനെ അവിടേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഭാമ ആൻറ്റിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് ഭാമ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആഭരണത്തെ പറ്റി പറയുന്നുണ്ട്, അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാല എടുത്തു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു, പക്ഷേ അത് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. അത് റോൾഡ് ഗോൾഡ് ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ ആൻറ്റിക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇവള് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്.
കൂട്ടുകാരി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അത്ര ക്ലോസ് ആണില്ലേ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കാറുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ചന്ദ്ര എന്നോടെല്ലാം പറയാറുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ സച്ചിയാണെങ്കിൽ സെഞ്ചി അടിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഇവളുടെ വീട്ടുകാരിയെ വരെയാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും ഞങ്ങൾ എങ്ങനെ നോക്കിയാലും ഞങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. ഇത് ആരാ എടുത്തതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരെ വിഷമം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ ഭാമ സത്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പിന്നെ സുധിയും ചന്ദ്രയും കൂടി എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ചന്ദ്ര അവിടേക്ക് ഓടിയെത്തുന്നത്. ചന്ദ്ര വിളിക്കുന്നുണ്ട്, ഭാമേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ആ പറയാൻ വന്ന കാര്യം അവിടെ നിർത്തുകയാണ്. അപ്പം ഇവരെന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ട് ചന്ദ്ര ഞങ്ങൾക്ക് എന്താ ഇവിടെ വരാൻ പാടില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വരേണ്ട ആവശ്യം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവിടെ നിന്നും സച്ചിയും രേവതിയും ആ ഒരു പ്ലാനും അതും നടക്കുന്നില്ല. അവരവിടെ നിന്നും തിരികെ പോവുകയാണ്. അപ്പോൾ ഭാമയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവരോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഒരു 2 സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ എല്ലാതും വിളിച്ച് പറഞ്ഞേനെ ചന്ദ്ര, നീ വന്നത് നന്നായി എന്നിങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട്. അവരെന്തായാലും ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. സുധിയെ ആരൊക്കെയോ ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ ചോദിച്ചു എന്ന് സുധി എന്നോട് പറഞ്ഞായിരുന്നു. ഇത് വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്ര ഭാമയോട് അങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും 2 അറ്റംപ്റ്റ് എന്തായാലും നമ്മുടെ ഇവളുടെ സച്ചിയുടെ പാഴായി പോവുകയാണ്. പിന്നെ എന്തായാലും സത്യം ഉടനെ തന്നെ അവൻ കണ്ടെത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് പറയാട്ടോ. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്